Our next question is, why the first millennium BCE or 6th century BCE is regarded as a turning point in world history? The 6th century BCE is regarded as a turning point in world history because of the emergence of the following thinkers: Zarathustra, Iran; Kongzi or Confucius, China; Socrates, Plato, Aristotle, Greece; Vardhamana Mahavira and Gautama Buddha, India. എന്തുകൊണ്ട് 6-ാം നൂറ്റാണ്ട് BCE ലോകചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായി കണക്കാക്കുന്നു? ഉത്തരം: 6-ാം നൂറ്റാണ്ട് BCE ലോകചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായി കണക്കാക്കാൻ കാരണം താഴെ പറയുന്ന ദാർശനികന്മാരുടെ ഉദയമാണ്. ഇറാനിൽ സാറാത്തൂസ്ത്രാക്ക്, ചൈനയിൽ കോങ്സി അല്ലെങ്കിൽ കൺഫ്യൂഷ്യസ്, ഗ്രീസിൽ സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ എന്നിവർ, ഇന്ത്യയിൽ വർദ്ധമാന മഹാവീരനും ഗൗതം ബുദ്ധനും. Our next point of discussion is background for the emergence of new religions like Jainism and Buddhism. It can be also asked in another way: circumstances which led to the emergence of Jainism and Buddhism. പുതിയ മതങ്ങളായ ജൈനമതവും ബുദ്ധമതവും പോലുള്ള ഉദയം ചെയ്യാനുണ്ടായ പശ്ചാത്തലം എന്ത്? ഏത് സാഹചര്യമാണ് ജൈനമതവും ബുദ്ധമതത്തിൻ്റെയും ആവിർഭാവത്തിന് കാരണമായവ? 4 മെയിൻ ഹെഡിങ്ങുകളിലായിട്ടാണ് അതിൻ്റെ ഉത്തരം വരുന്നത്. ഫസ്റ്റ് പോയിൻ്റ് ഇൻഫ്ലുവൻസ് ഓഫ് തിങ്കേഴ്സ്, സെക്കൻഡ് പോയിൻ്റ് സാക്രിഫിഷ്യൽ ട്രഡീഷൻ, തേർഡ് പോയിൻ്റ് ന്യൂ ക്വസ്റ്റ്യൻസ്, ഫോർത്ത് പോയിൻ്റ് ഡിബേറ്റ്സ് ആൻഡ് ഡിസ്കഷൻസ്. ഈ 4 പോയിൻറ്റുകളാണ് മെയിൻ ഹെഡിങ്സ്. ആൻഡ് യു ഹാവ് ടു എക്സ്പ്ലെയിൻ ദോസ് 4 ഹെഡിങ്സ് ഓൾസോ. ഫസ്റ്റ് പോയിൻ്റ് ഇൻഫ്ലുവൻസ് ഓഫ് തിങ്കേഴ്സ്. അത് നമ്മൾ നേരത്തെ തന്നെ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇൻഫ്ലുവൻസ് ഓഫ് തിങ്കേഴ്സിനകത്ത് 4 ചിന്തകന്മാരുടെ ഉദയം, ആ പോയിൻ്റ് അതേ വഴി എഴുതുക. ആൻഡ് സെക്കൻഡ് പോയിൻ്റ് സാക്രിഫിഷ്യൽ ട്രഡീഷൻ, യാഗ പാരമ്പര്യം. ദർ വെർ സെവറൽ പ്രീ എക്സിസ്റ്റിംഗ് ട്രഡീഷൻസ് ഓഫ് തോട്ട് ഇൻക്ലൂഡിംഗ് ദ വേദിക് ട്രഡീഷൻ ഇൻ ഇന്ത്യ. The Rigvedic period or early Vedic period is the period in between 1500 BCE and 1000 BCE. Rigvedic hymns were chanted during times of sacrifices in this period, and sacrifices were performed collectively for common good. But during the later Vedic period, the period in between 1000 BCE to 500 BCE, sacrifices were performed by the heads of household for the well-being of the domestic unit. Besides, more elaborate sacrifices like Rajasuya and Ashwamedha were performed by chiefs and kings with the help of Brahmana priest. യാഗ പാരമ്പര്യം. ഇന്ത്യയിൽ പണ്ടുകാലം മുതൽക്ക് തന്നെ നിരവധിയായ ചിന്താധാരകളും മതവിശ്വാസങ്ങളും വേദമതം ഉൾപ്പെടെയുള്ളവ നിലനിന്നിരുന്നു. ഋഗ്വേദ കാലഘട്ടം അല്ലെങ്കിൽ ആദ്യകാല വേദ കാലഘട്ടം എന്നാൽ 1500 BCക്കും 1000 BCകൾക്കും ഇടയിലുള്ള കാലഘട്ടമാണ്. ഋഗ്വേദ കാലഘട്ടങ്ങളിൽ യാഗസമയത്ത് ഋഗ്വേദ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ടിരുന്നു. കൂട്ടായിട്ടാണ് യാഗങ്ങൾ നടത്തിയിരുന്നത്, പൊതു നന്മയ്ക്കായിട്ട്. എന്നാൽ പിൽക്കാലത്ത്, അതായത് പിൽക്കാല വേദകാലഘട്ടമായ 1000 BCക്കും 500 BCകൾക്കും ഇടയിൽ ഗാർഹിക ആവശ്യങ്ങൾക്കായി വീട്ടുടമസ്ഥർ അല്ലെ ഗാർഹസ്ഥർ, ഗൃഹനാഥൻ യാഗങ്ങൾ നടത്തുക പതിവായിരുന്നു. ഇതിനേക്കാൾ വിശാലമായ വളരെ ചിലവേറിയ രാജസൂയം, അശ്വമേധം പോലുള്ള യാഗങ്ങൾ രാജാക്കന്മാരും മുഖ്യന്മാരും ബ്രാഹ്മണ പുരോഹിതന്മാരുടെ സഹായത്തോടുകൂടി നടപ്പിലാക്കിയിരുന്നു. ബട്ട് ദീസ് കൈൻഡ്സ് ഓഫ് സാക്രിഫിഷ്യൽ ട്രഡീഷൻ, ഈവൻ ദോ ഇറ്റ് എക്സിസ്റ്റഡ് ഡ്യൂറിങ് ദിസ് പീരീഡ്, ഇറ്റ് വാസ് അൺഅപ്രോച്ചബിൾ ടു ദ കോമൺ പീപ്പിൾ ഓഫ് ഇന്ത്യ. സോ ഇറ്റ് ലെഡ് ടു ദ എമർജൻസ് ഓഫ് ന്യൂ റിലീജിയസ് തിങ്കിങ്. അതായത് ഇത്തരത്തിലുള്ള യാഗപാരമ്പര്യങ്ങൾ സാധാരണ ജനങ്ങൾക്ക് അപ്രാപ്യമായിരുന്നതുകൊണ്ട് ജനങ്ങൾ പുതിയ മതങ്ങളെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങി. അവർ തേർഡ് പോയിൻ്റ് ഈസ് ന്യൂ ക്വസ്റ്റ്യൻസ്. ഡ്യൂറിംഗ് ദിസ് പീരീഡ് ഓഫ് 6th century BCE, people began to ask some important questions like the meaning of life, the possibility of life after death, what was rebirth, what was the nature of the ultimate reality, was a single ultimate reality, and what is the significance of the sacrificial tradition. So all these are the doubts of the common man. That means people became more aware of all these beliefs, and they began to ask questions about it. പുതിയ ചോദ്യങ്ങൾ എന്നാൽ ഈ കാലഘട്ടത്തിൽ 6-ാം നൂറ്റാണ്ട് BCകളിൽ ജനങ്ങളുടെ ഉള്ളിൽ
കൂടുതൽ ബോധോദയം ഉണ്ടാവുകയും അല്ലെ ബോധം വളരുകയും അവർ താഴെ പറയുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങുകയും ചെയ്തു. എന്താണ് ഈ ജീവിതത്തിൻ്റെ അർത്ഥം? മരണാനന്തര ജീവിതം എന്താണ്? പുനർജന്മം ഉണ്ടോ? അത് പുനർജന്മം തങ്ങളുടെ പഴയകാല പ്രവർത്തനങ്ങളുടെ പരിണിത ഫലമാണോ? എന്താണ് പരമമായ സത്യത്തിൻ്റെ സ്വഭാവം? ഒരു പരമമായ സത്യം അല്ലെ ഈശ്വരൻ ഒന്നേ ഉള്ളോ? യാഗപാരമ്പര്യങ്ങളുടെ പ്രാധാന്യം എന്താണ്? ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണരുകയും അവയെക്കുറിച്ച് വിമർശന ബുദ്ധിയാ ജനങ്ങൾ ചിന്തിക്കാനും ആരംഭിച്ചതും പുതിയ മതങ്ങളുടെ വളർച്ചയ്ക്ക് സഹായകമേകി. ഫോർത്ത് പോയിന്റ് ഈസ് ഡിബേറ്റ്സ് ആൻഡ് ഡിസ്കഷൻസ്. ചർച്ചകളും സംവാദങ്ങളും. ലൈവ്ലി ഡിസ്കഷൻസ് ആൻഡ് ഡിബേറ്റ്സ് വെർ കണ്ടക്റ്റഡ് ഡ്യൂറിംഗ് ദിസ് പീരീഡ് between schools of thought and its teachers. There are as many as 64 schools of thought including Jainism and Buddhism. Hot and lively discussions were happened in between these teachers and their followers. Discussions were held at Kudagarashala and in groves. The meaning of Kudagarashala is a hut with a pointed roof. And in these discussions, people became more and more aware of the reality of this world. സോ എന്താണ് ചർച്ചകളും സംവാദങ്ങളുമാണ് നാലാമത്തെ പോയിൻ്റ്. ഈ കാലഘട്ടത്തിൽ നിരവധിയായ ചർച്ചകളും സംവാദങ്ങളും ഗുരുക്കന്മാരും അതിൻ്റെ അനുയായികളുടെ ഇടയിൽ നടക്കുകയുണ്ടായി. 64ഓളം ചിന്താധാരകൾ ഈ കാലഘട്ടത്തിൽ ഉദയം ചെയ്തു. അതിലെ ഗുരുക്കന്മാരും അനുയായികളും തമ്മിൽ കുദകാരശാലകൾ അല്ലെങ്കിൽ മരത്തോപ്പുകളിലിരുന്ന് നിരവധിയായ ചർച്ചകൾ നടന്നു. കുടകാരശാലകൾ എന്നാൽ സൂചികാഗ്രമുള്ള കുടിലുകൾ എന്നാണ്, അല്ലെ കൂർത്ത അഗ്രമുള്ള കുടിലുകൾ എന്നാണ് അർത്ഥം. ഇവിടെ നടന്ന ചർച്ചകളിലൂടെ ജനങ്ങൾക്ക് കൂടുതൽ അറിവ് ലഭിക്കുകയും നിലവിലിരിക്കുന്ന സാഹചര്യത്തെ വിമർശന ബുദ്ധിയാ കാണുന്നതിന് സാഹചര്യമൊരുക്കുകയും ചെയ്തു. ഇത്തരത്തിലുള്ള ചിന്താഗതികൾ പുതിയ മതങ്ങളുടെ ആവിർഭാവത്തിന് അടിത്തറയൊരുക്കി. Then our next point is these schools of thought or these new teachers including Vardhamana Mahavira and Gautam Buddha began to question the authority of the Vedas. They questioned the Brahmanical dominance. These gurus gave much importance to individuals and they neglected the Brahmanical concept that individual's existence was determined by one's birth in a specific caste or gender. ഇതിലെല്ലാം ഉപരിയായിട്ട് വർദ്ധമാന മഹാവീരനും ഗൗതം ബുദ്ധനും പോലുള്ള പുതിയ ചിന്തകന്മാർ അല്ലെ പുതിയ ഗുരുക്കന്മാർ വേദങ്ങളുടെ ആധികാരികതയും ബ്രാഹ്മണ ആധിപത്യത്തെയും ചോദ്യം ചെയ്തു തുടങ്ങി. ഇവർ വ്യക്തികൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകി. ബ്രാഹ്മണ ആശയങ്ങളായ ബ്രാഹ്മണ ആശയപ്രകാരമുള്ള ചിന്താഗതിയെ അവർ എതിർത്തു. ബ്രാഹ്മണ ആശയപ്രകാരം വ്യക്തിയുടെ നിലനിൽപ്പ് അവരെ ജാതിയെയും ലിംഗത്തെയും ആശ്രയിച്ചാണെന്നുള്ളതിനെ ഇക്കൂട്ടർ തള്ളിക്കളയുകയുണ്ടായി. ഇത്രയുമാണ് നമ്മൾ ഈ ചോദ്യത്തിനുത്തരമായി എഴുതേണ്ട പോയിൻറ്റ്സ്.